ദിൻരാജ് കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടികളിലെ വീഴ്ചകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകും. പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയും ഗൂഢാലോചന നടത്തിയതെന്നടക്കമുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. നിഷയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നിഷ, നിർണായകമായ നീക്കങ്ങളിലേക്ക് കോടതി കടക്കുകയാണ്. ഡോക്ടർ റാമിനെ ഈ നിബന്ധനകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? എന്താണ് ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? നിഷ, അശ്വതി, ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ ആത്മഹത്യയിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് നടപടികളിൽ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP-യോടും ഒപ്പം തന്നെ DYSP-യോടും നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP-ക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞയാഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ നടത്തിയത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഈ MK റാം ഗൂഢാലോചന നടത്തി. MK റാം കീഴടങ്ങുന്നതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാനായി കാത്തിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ ജസ്റ്റിസ് A ബദറുദ്ദീൻ അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ അറസ്റ്റ് നിയമ നടപടികൾ പാലിച്ചാണോ എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. കേസിലെ മുഖ്യപ്രതി MK റാമിനെ രക്ഷിക്കാനാണ് പോലീസ് ഈ കാലയളവിൽ അത്രയും ശ്രമിച്ചതെന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ല. മാത്രമല്ല, പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമം നടത്തിയതെന്നും സിംഗിൾ ബെഞ്ച് വിമർശിച്ചിരുന്നു. കേസിൽ സർക്കാരിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന നടന്നു, ഇത് കണ്ടെത്തണം എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുമെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇത്തരത്തിൽ ഡോക്ടർ റാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP പ്രതിയായ റാമിൽ നിന്നും പല ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്നതടക്കം അതിരൂക്ഷമായ വിമർശനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP-ക്കെതിരെ ജസ്റ്റിസ് A ബദറുദ്ദീൻ നടത്തിയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ DYSP-യും ഒപ്പം തന്നെ അന്വേഷണ ചുമതലയുള്ള SP-യും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അശ്വതി, ശരി നിഷ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ എന്തൊക്കെ വീഴ്ച ഉണ്ടായത് കോടതിയോട് നേരിട്ട് ബോധിപ്പിക്കണമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നിഷ ദിലീപ് കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.